ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിലപാട്? രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അവഹേളിക്കുന്നതിന് എന്താ നിലപാട്? നിയമസഭയെ അവഹേളിക്കുന്നതിനെ കുറിച്ച് എന്താ നിലപാട്? ഈ ചോദ്യം നിങ്ങൾക്കില്ല. ഇപ്പൊ പ്രശ്നം പതാകയുടേതാണോ പ്രശ്നം? ആണോ? ശിവൻകുട്ടി അങ്ങനെയല്ല പറഞ്ഞത്. ഒരു സ്ത്രീ, പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നു എന്നാണ്. ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് BJP നേതാക്കളൊക്കെ തന്നെ സെക്രട്ടറിന് മുന്നിൽ ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കസേരകളിൽ ഇരിക്കേണ്ടതാണ്. നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവാണ്. ആദ്യമായി പുഷ്പാർച്ചന നടത്തുന്നു ശ്രീ വി മുരളീധരൻ. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് നിലനിർത്തുവാനുള്ള ഇടത് വലത് മുന്നണികളുടെ മത്സരങ്ങൾ കേരളത്തിലെ ജനങ്ങളെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഈ നാടിൻ്റെ പാരമ്പര്യത്തിനും അഖണ്ഡതയ്ക്കും നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ചിഹ്നങ്ങൾക്കുമെതിരായിട്ട് നിരന്തരമായി നടക്കുന്ന അവഹേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാടിനോടുള്ള കൂറ് പ്രഖ്യാപിക്കാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പുഷ്പാർച്ചന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രാജ്ഭവനിൽ നടന്ന 2 പരിപാടികളിൽ ആ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം, ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ചങ്കിൽ ചൈനയാണെന്നാണ്. ചങ്കിൽ ഇന്ത്യയുള്ള ആളുകൾ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ഇന്ത്യയാണ് ചങ്കിൽ എന്നുള്ളത് കൊണ്ടാണ് ഗവർണർ അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ച് അവിടെ നിലവിളക്കും പുഷ്പാർച്ചനയൊക്കെ നടത്തിയത്. BJPക്കകത്ത് ആശയക്കുഴപ്പമൊന്നുമില്ല. BJP ഇവിടെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിലാണ്. ഇനി ശിവൻകുട്ടിയുടെയും നമ്മുടെ പ്രസാദ് മന്ത്രിയുടെയും എതിർപ്പ് കൊടിയോടാണ് എങ്കിൽ, ഭാരതാംബയുടെ അല്ല എങ്കിൽ, ഒരു സ്ത്രീ ഈ ചിത്രം പിടിച്ച് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ചിത്രം, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രമുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൊടിയുടെ നിറമല്ല അവരുടെ തർക്കത്തിൻ്റെ അടിസ്ഥാനം. അവരുടെ തർക്കത്തിൻ്റെ അടിസ്ഥാനം അവിടെ ഭാരതാംബ എന്നുള്ള സങ്കല്പത്തോടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ആളുകൾ ഭരണഘടനയോട് ഇവരുടെ കൂറും പ്രതിബദ്ധതയും എത്രയുണ്ട് എന്നറിയണമെങ്കിൽ നിയമസഭയിൽ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി നടത്തിയ പ്രകടനം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. അല്ലല്ല, ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ, നിങ്ങളുടെ ചോദ്യം പൂർത്തിയാക്കട്ടെ. അതായത് ശിവൻകുട്ടി മന്ത്രി ഭരണഘടനയാണ് ഉയർത്തിപ്പിടിച്ചത്, ഭരണഘടനയോട് അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് പറഞ്ഞത്. നിയമസഭയിൽ ഡെസ്കിൻ്റെ മുകളിൽ കയറി നടക്കുക,
അത് കഴിഞ്ഞിട്ട് അധ്യക്ഷൻ്റെ വേദിയിലെത്തി മൈക്ക് ബലം പ്രയോഗിച്ച് പിഴുതെടുത്ത് വലിച്ചെറിയുക. ഇത് ഏത് ഭരണഘടനയിലായി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ പ്രകടനങ്ങൾ? നിയമസഭയോടുള്ള അങ്ങേയറ്റത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള നിയമസഭയോടുള്ള അവഹേളനം ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാജ്ഭവനിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഗവർണർ എത്തുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ. ഡൽഹിയിൽ രാഷ്ട്രപതി ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും രാഷ്ട്രപതി ചടങ്ങിനെത്തുന്നതിന് മുൻപ് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ. മൂന്നാമത്തെ കാര്യം, ദേശീയ ഗാനം ഒരു പരിപാടിയിലുണ്ടാകുമ്പോൾ ആ ദേശീയ ഗാനം പരിപാടിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ആ ദേശീയ ഗാനം പാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഇതെല്ലാം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന് ഭരണഘടനയെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ളത്. ഞങ്ങൾക്കും അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്, ജനങ്ങളുടെ ചോദ്യം. ഞാൻ കണ്ടിട്ടില്ല ഫേസ്ബുക്കിൽ എന്താ വന്നത്. അതെ, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കാവിക്കൊടിയിലാണ് നമ്മളെല്ലാവരും. കാവിക്കൊടി എഴുകിയ ഭാരതാംബ. ആ ഭാരതാംബയോട് ഒരയിത്തവും ബി ജെ പിക്കില്ല. അയിത്തം ബി ജെ പിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ബി ജെ പി ഇവിടെ അത് നടത്തിയിരിക്കുന്നത്. അല്ല, CPM-കാർക്ക് അങ്ങനെ ഒരു ഭാരതാംബയാണോ ഇഷ്ടം? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് പൊതുവിൽ ഇന്ത്യക്കാർക്ക് എന്താ പ്രശ്നം ഈ കാവിക്കൊടിയോട്? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് കാവിക്കൊടിയോട് ഇന്ത്യക്കാർക്ക് എതിർപ്പുണ്ടോ? ദേശീയ പതാകയോട് എതിർപ്പില്ലല്ലോ. അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുന്നുണ്ട്. റിപ്പബ്ലിക് ഡേക്ക് ദേശീയ പതാക ഉയർത്തുന്നുണ്ട്. ഭാരതാംബയുടെ കയ്യിൽ കാവ്യ പതാകയ്ക്ക് എന്താ കുഴപ്പമെന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പ്രശ്നം പതാകയുടേതാണോ പ്രശ്നം? ആണോ? ശിവൻകുട്ടി അങ്ങനെയല്ല പറഞ്ഞത്. ഒരു സ്ത്രീ, പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നു എന്നാണ്. അതായത് ഒരു കാര്യം ചെയ്യട്ടെ, ശിവൻകുട്ടി ഭരണഘടനാപരമായിട്ട്, കാരണം ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും ഇറക്കിയ ശിവൻകുട്ടിയുടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതും ബിനോയ് വിശ്വത്തിൻ്റെ പത്രക്കുറിപ്പും നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ആ എതിർപ്പ് കാവിക്കൊടിയോടാണെങ്കിൽ കാവിക്കൊടി വേണ്ട, കാവി ധരിച്ചാൽ മതി. അഭിനന്ദനാഥ് ടാഗോർ കാവി വസ്ത്രം ധരിച്ചിരിക്കുക. മുഴുവൻ കാവി ആവണം, കുറച്ച് മാത്രം കാവി പോരാ എന്നാണ് ശിവൻകുട്ടിയുടെ സമീപനമെങ്കിൽ അത് പറയട്ടെ. ബിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെയൊരു സ്ത്രീയെ ഭരണഘടനയിൽ ഇല്ല എന്നാണ്. അപ്പോൾ ഭരണഘടനയാണ് പ്രശ്നമെന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന ഭരണഘടനയെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ നിയമസഭയിൽ കാണിച്ച കോപ്രായം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഭരണഘടനയുടെ വകുപ്പൊക്കെ പറഞ്ഞല്ലോ. നിയമസഭയിൽ ഈ ഡെസ്ക് തല്ലി പൊളിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ്? ഞാൻ ശിവൻകുട്ടി പറഞ്ഞത് ഭരണഘടന ഇപ്പൊ പ്രശ്നമാണെന്നാണ്. ഭരണഘടന അനുസൃതമായിട്ടേ ഞാൻ പ്രവർത്തിക്കൂ. എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു. എന്റെ സുഹൃത്തെ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമല്ലേ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ല. ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യത്തിന് നിങ്ങൾക്കാർക്കും മറുപടി ഇല്ലല്ലോ. നിങ്ങൾക്ക് ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടിയില്ല. ശരി, നേതാവാണ് പറഞ്ഞത് ഇന്ത്യയുടെ പതാക മാറ്റി കാവിക്കൊടിയാക്കണമെന്ന്. അങ്ങേക്ക് അതിനൊന്നും മറുപടിയില്ല. അത് BJP-യുടെ നിലപാടാണോ? എന്റെ സുഹൃത്തെ, BJP-യുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഭരണഘടന, BJP-യുടെ ഭരണഘടന വായിച്ചു നോക്കാം. BJP-യുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് പാലക്കാട്ടെ. അതാരെ ഏറ്റവും മുതിർന്ന നേതാവ്? LK അഡ്വാനിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഇത് മാറ്റണമെന്ന്. നിങ്ങൾ തീരുമാനിക്കുകയാണോ ഏറ്റവും മുതിർന്ന നേതാവ്? പതാക മാറ്റി കാവിക്കൊടിയാക്കണം. ഭരണഘടനയുടെ വിഷയമാണ് ഇപ്പോൾ പ്രശ്നം. ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിലപാട്? രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അവഹേളിക്കുന്നതിന് എന്താ നിലപാട്? നിയമസഭയെ അവഹേളിക്കുന്നതിനെ കുറിച്ച് എന്താ നിലപാട്? ഈ ചോദ്യം നിങ്ങൾക്കില്ല.
ശരി, സമയമായി. ഭരണഘടനയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഭാരതാംബയും വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ SFIയും നടത്തിയത്. ഈ ഒരു പ്രതിഷേധത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഭാരതാംബ അമ്മ തന്നെയാണെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.